ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഷെറിഹ ഷെറിൻ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെവിടേക്ക് ഇങ്ങനെ നടന്നു പോകണമെന്ന്. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ എത്യോപ്യൻ ഫസ്റ്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ. സോ ഫ്രണ്ട്സ്, ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. പല പല ഐറ്റം ഫിഷസ് ആണ് ഉണ്ടായിരുന്നത്. ഓരോ അക്വേറിയത്തിൻ്റെ മേലെ അതിൻ്റെ നെയിംസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഈ എത്യോപ്യൻ ഫസ്റ്റ്. വളാഞ്ചേരി എടയൂരാണ് കേട്ടോ ഈ എത്യോപ്യൻ ഫസ്റ്റ് നടക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ഫിഷസിനെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. അവരെല്ലാ ഫിഷസിനെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഗൈസ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കണ്ടിട്ടും മതി തീരുന്നില്ല കേട്ടോ. ഒരുപാട് ഫിഷസ് ഇവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള ബേർഡ്സുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് ലവ് ബേർഡ്സ് ആണ് കേട്ടോ ഗൈസ്. കണ്ടിട്ടും മതി തീർന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. ബേർഡ്സിനെ കണ്ടിട്ട് ഒരുപാട് കുഞ്ഞു ബേർഡ്സും വലിയ ബേർഡ്സും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാ കാണാനില്ലേ, നോക്കൂ. ഈ പ്രാവുകളും ഉണ്ട് കേട്ടോ. ഞാനിതേ അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വെറൈറ്റി പ്രാവുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതേ നോക്കൂ, ഇത് എന്ത് ഭംഗി ഇതിനെ കാണാനില്ലേ. ഇതിന്റെ പുറത്തത്തെ കളേഴ്സ് കുട്ടികളൊക്കെ തിരക്ക് കൂട്ടാട്ടോ ഫ്രണ്ട്സ്. വരുമ്പോ തന്നെ ഈ പാർക്കൊക്കെ കണ്ടിട്ട് അവർക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടാണ് അവര്. ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ബേർഡ്സിന്റെ കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷനാണ് ഈ പാർക്ക് സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഇത് ചുറ്റിക്കറങ്ങി കണ്ടിട്ടാണ് നെക്സ്റ്റ് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ ബേർഡ്സിനെ. ഈ സാധനത്തിനെ കണ്ടത് സ്നേക്ക് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ ഒരു നമ്മളെ കയ്യിൽ ചുറ്റി തരുമൊക്കെ ചെയ്യും കേട്ടോ ഫോട്ടോസ് എടുക്കാന്. പിന്നെയാണ് ഞങ്ങൾ കണ്ടത് വലിയൊരു കോഴി കേട്ടോ. അടിപൊളി വലിയൊരു കോഴി, നോക്കൂ. പിന്നെ ഇതേ വലിയൊരു ഓന്ത് കേട്ടോ. പിന്നെ ഒരുപാട് പ്രാവുകളുണ്ട്. ഇതവിടെ റാബിറ്റ് ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ. നോക്ക്, വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകൾ, വെറൈറ്റി കോഴികളും ഉണ്ട് കേട്ടോ അപ്പുറത്ത്. ഇതോട്ടോ ഫ്രണ്ട്സ് കോഴികൾ. പിന്നെ റാബിറ്റ്സ് കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ പോയി ഇതേ പാർക്ക് സെക്ഷനിൽ എത്തിയിട്ടോ. ഇവിടെ ഞങ്ങൾ കണ്ടത് ഇവിടെ കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മസാജിങ്ങിൻ്റെയും നമുക്ക് ഈ ഊരവേന പുറംവേനൊക്കെ ഉണ്ടാവില്ല, അതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ കട്ടൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ പൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെയാണ് നമ്മുടെ പണ്ടത്തെ കാലത്തേക്ക് കൊണ്ട് പോകുന്ന ഒരു മൈൻഡ് കൊണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പണ്ടത്തെ മുട്ടായികൾ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി, ഒരുപാട് മുട്ടായികളുണ്ട്. ഇതങ്ങനെയൊക്കെ കണ്ടിട്ട് തിരക്ക് കൂട്ടിട്ട് അത് മേടിക്കാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടോ. ഇങ്ങനത്തെ മുട്ടായി എപ്പോഴേലൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു. പിന്നെ നമ്മൾ ചവിട്ടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മുട്ടായി ഞാനാണ് കേട്ടോ എല്ലാവർക്കും ഓടി വെച്ച് കൊടുത്തത്. പിന്നെ ഞങ്ങൾ പാർക്ക് സെക്ഷനിൽ എത്തിട്ടോ. അടിപൊളി കേട്ടോ. ഒരുപാട് റൈഡ്സ് ഉണ്ട്. എല്ലാ റൈഡ്സിനും ടിക്കറ്റ് കൊടുത്ത് ഉണ്ടാവും.
കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഓരോന്നിൽ കയറാൻ വേണ്ടി തിരക്ക് കൂട്ടാട്ടോ. ഞങ്ങളങ്ങനെ പോയിട്ടോ, അവരുടെ ഒരു ഇതിന് അവർക്ക് ഇതിൽ കയറേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ ഫ്രണ്ട്സ് ഒരു കയറാൻ വേണ്ടി തിരക്ക് പിടിച്ച് കയറിയ സംഭവത്തിൽ ഒരു ആക്ഷനൊന്ന് റിയാക്ഷനൊന്ന് നിങ്ങൾ നോക്കൂട്ടോ. അങ്ങനെ വൺ കരച്ചിലായിരുന്നു കേട്ടോ. അവര് കയറി പാടന്നെ നിർത്ത് 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 എന്ന് പറഞ്ഞിട്ട് അവനാകെ കരച്ചിലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കി അവൻ്റെ എക്സ്പ്രഷൻ നോക്കി, രണ്ടാളും നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ മാമാൻ്റെ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി. പിന്നെ വേറെ കളിക്കണയിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി. എയർ ബലൂണിൽ കയറിയോടുകൂടി അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്ക് എന്തെങ്കിലും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഞാനും മാമിയും കൂടി, ചെറിയ കുട്ടികൾക്ക് ഈ റൈഡിലൊന്നും കയറാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാനും എൻ്റെ മാമിയും കൂടിയാണ് ഈ റൈഡിൽ കയറിയത് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രണ്ട്സ്. നിങ്ങൾ കയറേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. വൈകുന്നേരമായി തുടങ്ങി. പിന്നെ ഞങ്ങൾ പോവാനുള്ള പുറപ്പാടിലായിട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുണ്ടല്ലോ രാത്രി ആയപ്പോൾ ഫുൾ കളറായിട്ടോ ഫ്രണ്ട്സ്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലവ് ഹാർട്ടൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങളൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്പേസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.